സുതാര്യ കേരളം ആദ്യമായി പത്തനംതിട്ട ജില്ലയിലെ അടിച്ചുപുഴ ആദിവാസി കോളനിയിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ ദയനീയമായിരുന്നു. പ്ലാസ്റ്റിക് വലിച്ചുകെട്ടിയ കുടിലുകളിൽ കുഞ്ഞുങ്ങളുമായി കഴിയുന്നവർ. സർക്കാർ അനുവദിച്ച ഗ്രാന്റ് പൂർണ്ണമായും ലഭിക്കാത്തതിനാൽ പണി പാതി വഴിയിൽ മുടങ്ങിയ വീടുകൾ. മഴ പെയ്താൽ നനഞ്ഞൊലിക്കുന്ന കൂരകളിൽ മക്കളെയും മാറോടണക്കി കഴിയേണ്ടി വന്നവരുടെ ദുരിതങ്ങൾ. വീട് വാർത്താൽ പണം അനുവദിക്കാമെന്ന റാന്നി ബ്ലോക്ക് അധികൃതരുടെ വാക്ക് കേട്ട് കടം വാങ്ങി വീടുപണി പൂർത്തിയാക്കിയിട്ടും തുക അനുവദിക്കാത്തതിനാൽ കടക്കിണിയിലായ കുടുംബങ്ങൾ. ഇതായിരുന്നു അനിയന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അടിച്ചുപുഴ ആദിവാസി കോളനിയിലെത്തിയ ഞങ്ങൾ കണ്ടത്. സുതാര്യ കേരളത്തിലൂടെ ഈ പരാതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു. ജനസമ്പർക്ക പരിപാടിയിലൂടെ മുഖ്യമന്ത്രി 2 ലക്ഷം രൂപ വീട് വയ്ക്കാൻ അനുവദിച്ചുവെങ്കിലും 9 ഗഡുക്കളായി 1,40,000 രൂപ മാത്രമേ ഇവർക്ക് റാന്നി ബ്ലോക്കിൽ നിന്നും നൽകിയിട്ടുള്ളൂവെന്ന് പരാതിക്കാരനായ അനിയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അറിയിച്ചു. അടിച്ചുപുഴ ആദിവാസി കോളനിയിലെ ജനങ്ങളുടെ ദുരിതങ്ങൾ കണ്ട മുഖ്യമന്ത്രി ഇവർക്ക് അനുവദിക്കേണ്ട ബാക്കി തുക എത്രയും വേഗം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വീടിന്റെ സ്ഥിതിയൊക്കെ കണ്ടല്ലോ. അപ്പം എങ്ങനെയാ ഒരു മാസത്തിനകം ഒരാഴ്ചയെന്ന് പറഞ്ഞിരിക്കുന്നു സാർ. നമുക്ക് ഒരു മാസത്തിനകം എങ്ങനെയെങ്കിലും അത് ഇതാക്കണം. ഇപ്പോൾ തങ്ങളുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് അടിച്ചുപുഴ ആദിവാസി കോളനിയിലെ ജനങ്ങൾ. സുതാര്യ കേരളത്തെ ഞങ്ങൾ വിളിച്ചറിയിച്ച് ഞങ്ങൾക്ക് ഇതുപോലെ പിന്നെ ഞങ്ങൾക്ക് പൈസ, ഞങ്ങളുടെ ബാക്കി പൈസ കൂടെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളുടെ വീട് ഏകദേശം ഞങ്ങൾ ഇത്രയൊക്കെ ആക്കി. ഈ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കും.